ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോമിച്ചന്ദ്രനെയും കൂട്ടി കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി അടിമാലിക്ക് പോവാണ്. ഇന്നത്തെ പോമിയുടെ ഔട്ട്ഫിറ്റും ബോയും ആണ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എനിക്ക് പണ്ട് കുഞ്ഞുങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരെ എല്ലാവരും എടുത്ത് കുഞ്ചിക്കുമ്പോൾ എന്താ ഇത്ര എടുത്ത് കുഞ്ചിക്കാനുള്ളത്, എന്തിനാ ഇത്ര കുഞ്ചിക്കുന്നതെന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. പക്ഷേ പോമി വന്ന ശേഷമാണ് ഞാൻ കുഞ്ഞു പിള്ളേരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പോമി ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും നാൾ പിള്ളേരോടൊന്നും ഒരു താല്പര്യമില്ലാത്തത് ഞാൻ പിന്നെ പിള്ളേരെ ശ്രദ്ധിച്ചു തുടങ്ങി. എവിടെ പോയി ഏത് പിള്ളേരെ കണ്ടാലും എനിക്ക് അപ്പം പൂമിനെ ഓർമ്മ വരും. പിന്നെ ഇടയ്ക്കൊരു മനസ്സിലൊരു തോന്നലാണ് ഇടയ്ക്കിടയ്ക്ക് പൂമിനെ കാണണം എന്ന്. അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ എന്ത് വേണം, സന്തോഷം. ദേ തുള്ളി തുള്ളി പോകണമാണ് കുഞ്ചിൻ്റെ വീഡിയോ അവൾ എടുക്കലെന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ എടുക്കാതിരിക്കുമോ, ഞാൻ എടുത്തു. അവൾ ഇൻട്രോവേർട്ടാണെന്നാണ് അവൾ സ്വയം പറയുന്നത്, വീഡിയോയ്ക്ക് മുന്നിൽ മാത്രം. അപ്പോൾ അടിമാലിക്ക് പോണ വഴി താഴെ അമ്മേനെ കണ്ടു. അപ്പോൾ പൂമിനെ കുറേ നാളായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ വിശേഷമൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അമ്മയോട് ചാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഇങ്ങ് പോന്നു. അപ്പോഴാണ് കുഞ്ചു ഒരു പൂവും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ഇവൾക്ക് എവിടെ പൂ കണ്ടാലും അപ്പോൾ ഇതാണ് കൈ പിടിച്ച് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം. പൂമിയുടെ വീഡിയോ അപ്പോൾ നിർത്താണ്ട് എടുക്കണം കേട്ടോ. കാരണം പൂമിനെ ഓരോ ചിരിയും ഓരോ നോട്ടമൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പൂമിയുടെ കുഞ്ഞിച്ചിരി, കുഞ്ഞിക്കണ്ണ്, കുഞ്ഞിച്ചുണ്ട് എല്ലാം കാണുമ്പോൾ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനേ തോന്നും. അങ്ങനെ പൂമി ചിരിച്ചും കളിച്ചും ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇവിടുന്ന് ബസ്സിന് പോകാൻ ഞങ്ങൾക്ക് 3 പേർക്കും പേടിയായുണ്ട്. കാരണം പൂമി ഉള്ളതുകൊണ്ട്. പൂമിനെ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ഓർത്ത്. കാരണം ചിലപ്പോൾ ചെന്ന് പറഞ്ഞ സീറ്റ് കിട്ടണമെന്നില്ല, അതുകൊണ്ടൊക്കെ. അപ്പോൾ പോണ വഴിയാണ് നമ്മുടെ സൗമ്യ ചേച്ചി ഒരു പട്ടിക്കുട്ടനെയും കൊണ്ടുവന്നത്. പൂമി പട്ടിക്കുട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. സാധാരണ ആളെന്തെങ്കിലും കണ്ടാൽ ഒന്ന് പിടിച്ചൊക്കെ നോക്കുന്നതാണ്. ഇന്നെന്തോ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പട്ടിക്കുട്ടനൊക്കെ യാത്ര വന്ന് നമ്മൾ പിന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. പോണ വഴി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. പൂമി ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. സാധാരണ 28 അമ്പലത്തിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് പൂമിയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. എറണാകുളത്തായിരിക്കുമ്പോൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ കാറിലൊക്കെ പോയിരുന്ന് കാറിൽ തന്നെ തിരിച്ചു വരും. അതാണ് പൂമിയുടെ പരിപാടി. ഇന്നിപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി അടിമാലി ഇറങ്ങി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ പൂമിയുടെ യാത്ര എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ പൂമി ഓട്ടോയിൽ കയറുന്നത്. അപ്പോൾ പൂമിയുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസിനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം വലുതാകുമ്പോൾ ഇതൊക്കെ ഇവളെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇവൾക്ക് രസമായിരിക്കും. കാരണം നമ്മുടെ പ്രായത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോ 1-2 ഒക്കെ കാണുള്ളൂ. പക്ഷേ ഇതിപ്പോൾ പൂമിയുടെ ഫുൾ വീഡിയോ ആണ് എല്ലാവരുടെ ഫോണിലും. വീട്ടിലെല്ലാവരുടെയും ഫോണിൽ പൂമിയുടെ വീഡിയോയും ഫോട്ടോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂമിക്ക് വലുതാകുമ്പോൾ കാണാൻ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോയും ഉണ്ട് അവളുടെ. പൂമി എന്താ സംഭവം എന്ന് അറിയാണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഓട്ടോ കയറുന്നത്. എന്താണ് എല്ലാം നിരീക്ഷിച്ച് നോക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് പൂമിനെ കാണുമ്പോൾ പിടിച്ചൊന്ന് കടിക്കാൻ തോന്നും, കടിച്ച് തിന്നാൻ തോന്നും. എന്ത് ക്യൂട്ടാണ്. എനിക്കൊന്ന് KSF വരെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഇവരെ നേരെ ഇടപാട്ടിലോട്ട് വിട്ടു. കാരണം പൂമിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ നേരെ ഇടപാട്ടിലേക്ക് പോയി. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേ കലമ്പലത്തിലേക്ക് പോയത്, അവിടുത്തെ അമ്മയ്ക്ക് ഒരു ഉടയാട മേടിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ ഇന്ന് ഉടയാട മേടിക്കാറ്. അപ്പോൾ ഇഷ്ടമുള്ള സെറ്റ് സാരി എടുക്കാമെന്ന് വെച്ച് ഇത്തവണ സെറ്റ് സാരിയും ഉടയാടയും രണ്ടും എടുത്തു. അവിടെ നമുക്ക് ഫുൾ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ചേച്ചിയുടെയും കൊച്ചിൻ്റെയും കാര്യമൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ച് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് പർച്ചേസിങ് തുടങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനില്ലാത്ത സമയത്ത് അവർ രണ്ടുപേരും കൂടെ നിന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ വെറുതെ വിട്ടു, പാവങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ പൂമിയുടെ സെക്ഷനിലേക്ക് എത്തി. പൂമിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് ഓർത്തായിരുന്നത്. കുറേ ഉടുപ്പുണ്ടായിരുന്നു, കുറേ സെലക്ഷൻസ് ഉണ്ടായിരുന്നു. ഫൈനലായിട്ട് നമ്മളൊരു ഉടുപ്പ് എടുത്തു. പക്ഷേ അത് ഇവർ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോയുടെ അവസാനം നമ്മൾ ആ ഉടുപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മന്തി കഴിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂമി ഒരാളെ സൂക്ഷിച്ച് നോക്കുന്നതായിരുന്നു. നമുക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് നമുക്ക് ആദ്യം മനസ്സിലായി. നമ്മുടെ സ്വന്തം സഹതിക്കാനെ നോക്കിയാണ് പൂമി അന്തം വിട്ട് കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് എവിടെ പോയാലും ഫാൻസ് ഉണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ നിൽക്കും, ഒന്നും സംസാരിക്കില്ല. അവിടെ ചെന്നപ്പോഴും ആരെന്നറിയാത്തൊരു ഫാന് നമുക്കുണ്ടായിരുന്നു കേട്ടോ. പൂമിനെ കുറിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ആ കടയിൽ നിന്ന് സാധനം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ആരീച്ചി തന്നെ പോയി സാധനം മേടിച്ചിട്ട് വരാം, കൊച്ചിനെ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെറുതെ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരാൾ ക്ഷീണിച്ച് വാടി തളർന്നിരിക്കുകയാണ് ഗൈസ്. മടുത്ത് ഉറക്കം വരുന്നുണ്ട്. എന്ത് ചെയ്യും, ഇവൾമാരുടെ കൂടെ വന്നും പോയി ഇനി തന്നെ വീട്ടിലേക്ക് പോകാനും വഴിയില്ല എന്ന് ഓർത്ത് പെട്ടിരിക്കുകയാണ് നമ്മുടെ പൂമി. അതിനിടയിൽ കുഞ്ചു പൂമിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. അവൾക്ക് വീഡിയോ വിരോധമാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അവൾ എന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് ആരീച്ചി വന്നു. പക്ഷേ ആരീച്ചി പ്രതീക്ഷിച്ച സാധനം അവിടെയും കിട്ടിയില്ല. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ഇനി എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. നേരെ ഓട്ടോ പിടിച്ച് റോയൽ ബേക്കറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ഐശു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഓട്ടോ പിടിച്ച് റോയൽ ബേക്കറിയിലേക്ക് പോയി. കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ വെയിൽ കൊള്ളണ്ടാന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഐശു മെയിനായിട്ട് ഞങ്ങൾക്ക് പണ്ട് മന്തി പാഴ്സൽ മേടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ മന്തി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. വാടി തളർന്ന പൂമുട്ടൻ അവിടെ ചെന്നപ്പോൾ പാലെടുത്തു. അത് കഴിഞ്ഞാണ് കാണുന്നത്. ഫുൾ എനർജി ആയിരുന്നു പിന്നെ പൂമിയുടേത്. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഐശുമോൾ വിളിക്കുന്നത്. പെട്ടെന്നാണ് വിളിച്ചത്. അപ്പോൾ അവൾ എന്തായാലും നേരിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫോണിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവൾ വീഡിയോ എടുത്തു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഫുഡ്, നല്ല സ്മെല്ലാണ്. അവിടെ പ്രത്യേകം ചെല്ലുമ്പോൾ മന്തിയുടെ മണം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ ഒരു തരാം. പിന്നെയാണ് നമ്മുടെ പൂമിക്കുട്ടൻ്റെ അറ്റാക്ക് തുടങ്ങിയത്. ആ നിപ്പിളൂപ്പി ഇവൾ മറിച്ചിടും, ഞങ്ങൾ എടുത്തു കൊടുക്കും. ഇവൾ മറിച്ചിടും, ഞങ്ങൾ എടുത്തു കൊടുക്കും. അത് തന്നെയായിരുന്നു പരിപാടി. അതിലെന്തോ ഒരു പ്രത്യേക സന്തോഷം ഭൂമി കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇതായിരുന്നു മൂപ്പർ അവിടെ ചെന്നപ്പോൾ ഉള്ള പെർഫോമൻസ്. അവിടെയുള്ള എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതെന്താ ഈ കൊച്ചി ഇങ്ങനെ അറിയുന്നത് എന്നായിരിക്കും അവർ ഓർത്തിട്ടുണ്ടാവുക. എന്നാൽ പിന്നെ പാൽ കുടിക്കുമ്പോൾ മിണ്ടാതിരുന്നോളൂ എന്ന് ഓർത്ത് ആരിച്ച് പാൽ കൊടുത്ത് നോക്കി. എവിടെ, അതിലൊന്നും നമ്മൾ വീഴില്ല. കാത്തിരിപ്പിനൊടുവിൽ മന്തി വന്നു. ഞങ്ങൾ ഒരു ഹാഫ് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആരിച്ചിക്കും കുഞ്ചുവിനോളായി. ഇനിയിപ്പം നിങ്ങളുടെ സംശയം ഞാൻ എന്ത് കഴിക്കുന്നല്ലേ പറഞ്ഞുതരാം.
എഗ് വൈറ്റും മന്ത് റൈസും ഒക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട വെജിറ്റേറിയൻ ആണ് ഞാൻ. കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷേ സത്യം അതാണ്. കുഞ്ഞിൽ അച്ഛമ്മയുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് നോൺ വെജ് കഴിച്ച അച്ഛമ്മ അടുത്ത് കിടത്തില്ലായിരുന്നു. കാരണം അച്ഛമ്മ അമ്പലത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛമ്മയുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നോൺ വെജ് കഴിക്കാണ്ടിരുന്നു. അപ്പോൾ പിന്നെ അച്ഛമ്മയുടെ അടുത്ത് കിടക്കാമല്ലോ. വലുതായപ്പോൾ എന്താ ചെയ്തു, ആ ശീലം മാറിയില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പയറ്റി നോക്കി, ചിക്കൻ കഴിക്കാനും മീൻ കഴിക്കാനും ഒക്കെ നോക്കി. പക്ഷേ എനിക്ക് എന്തോ ശീലിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും വെജിറ്റേറിയനിലേക്ക് തന്നെ. പിന്നെ ഇടയ്ക്ക് എഗ് വൈറ്റ് കഴിച്ചപ്പോൾ എഗ് വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുഴുങ്ങി കഴിക്കുന്ന മുട്ട അതെനിക്കിഷ്ടം, പൊരിച്ച മുട്ട എനിക്കിഷ്ടമല്ല. പക്ഷേ നമ്മുടെ അഫി മസാലയൊക്കെ ഇട്ട് മുട്ട പൊരിച്ച് തരും, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈം വേണമെന്ന് പറഞ്ഞു. ലൈം കുടിക്കാൻ അറിയില്ല, പക്ഷേ കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നു ആരീച്ചിയോട്. അതൊക്കെ കഴിഞ്ഞ് ആരീച്ചിയൊക്കെ വെജിറ്റബിൾസ് മേടിക്കാൻ പോയി. ഞാൻ ആ സമയത്ത് അമ്മയ്ക്ക് പോയൊരു കപ്പ ബിരിയാണി മേടിച്ചു. അതെന്നെ വീട്ടിലേക്ക് പോകണം. പോമി മടുത്തു. അടിമാലി പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും പോമി ഫ്ലാറ്റായി. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് പോമിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിപ്പോയി പോമി. അപ്പോൾ ഉറങ്ങിയ അവസ്ഥയിലാണ് പോമി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ എന്താ വീഡിയോ എടുക്കുന്നതെന്നല്ലേ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട് നമ്മളെ നോക്കി. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അച്ഛമ്മ. അപ്പോൾ കുറച്ച് പായസവും കാര്യങ്ങളൊക്കെ തന്നുവിടാനാണ് അച്ഛമ്മ വന്നത്. കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ചിരിച്ചിട്ട് നേരെ ഓടി, ഒന്നും പറയാൻ നിന്നില്ല. പിന്നെ നമ്മുടെ ആര്യയൊക്കെ എത്തിയപ്പോൾ കുറച്ചുകൂടെ സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അടിമാലിയിൽ നിന്ന് കിട്ടിയില്ല എന്നല്ല, വേറെ കടയിലേക്ക് ദൂരം നടക്കണമായിരുന്നു. അപ്പോൾ അതിന് പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൊട്ട് താഴെ ആര്യക്കറിൽ വന്നിട്ട് മേടിക്കാമെന്ന് ഓർത്തു. സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ടാണ്. ഇനി ഞങ്ങൾ 3 പേര് നല്ലോണം വെയിൽ കൊണ്ട് മടുത്തു പോയായിരുന്നു ഗൈസ്. പിന്നെ ഭൂമിനെ നമ്മൾ കൂടെ കൊണ്ട് ചൂടി പ്രൊട്ടക്ട് ചെയ്തായിരുന്നു. എന്നാലും ഭൂമി നല്ല ടയർഡായി, കാരണം നല്ല ചൂടായിരുന്നു. ഭൂമി വീട്ടിലെത്താറായപ്പോഴത്തേക്കും ഭൂമി നല്ല ഫ്ലാറ്റായി, നല്ല ഉറക്കമായിരുന്നു മൂപ്പര്. ഇഷ്ടപ്പെട്ടോ? അപ്പം അമ്മയുടെ കപ്പ ബിരിയാണി കഴിച്ചിട്ട് അമ്മ അഭിപ്രായം പറയുന്നതാണ് ആ കണ്ടത്. വീട്ടിൽ വന്ന് നേരെ എത്തിയപ്പോൾ എന്താ ആൾ ഓണായി. പിന്നെ അങ്ങോട്ട് കുത്തിമറിയലായിരുന്നു. ബെഡിൽ കിടന്ന് എങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കുക എന്നായിരുന്നു ഭൂമി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉടുപ്പ് കണ്ടില്ലല്ലോ, ഇതാണ് ഭൂമിക്ക് വേണ്ടി ഏറ്റവും അവസാനം കണ്ടുപിടിച്ച ഉടുപ്പ്. ഡ്രസ്സ് പൊക്കി നോക്കി ഭൂമി ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ സന്തോഷമില്ല, പുള്ളിക്കാറ്റിക്കിന് ഇഷ്ടമായില്ലേ. ഇഷ്ടപ്പെട്ട് കാണും. ഭൂമിക്ക് ഇട്ടിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളത് ഓൾട്ടർ ചെയ്തെടുത്തോളാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.